എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 117-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ ഒരു മുടക്കവുമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. എന്നാൽ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അത്രയും പറഞ്ഞതിന് ശേഷം കിച്ചു അമർത്തി ചവിട്ടി മുന്നോട്ട് നടന്നുപോയി. അവൻ നടന്നകന്നിട്ടും റെജി അവിടെ തന്നെ ഉറച്ചു പോയതുപോലെ നിൽക്കുകയായിരുന്നു. അവൻ ഇത്ര ധൈര്യത്തോടെ പറയുമെന്ന് റെജി കരുതിയില്ല. പണ്ടൊക്കെ ഒരുമാതിരി പോങ്ങനായിരുന്നു. ആരോടും നേരെ വർത്തമാനം പറയാൻ പോലും അറിയില്ല. അവന് വന്ന ഒരു മാറ്റം. സമീപകാലങ്ങളിലായി അങ്ങനെ പരാജയം തന്നെ തേടി വരാറില്ലായിരുന്നു. എവിടെ തൊട്ടാലും വിജയവും ലാഭവും മാത്രമായിരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? റെജി എന്തായാലും പരാജയപ്പെടാൻ തയ്യാറില്ല. ആ സ്വഭാവം തന്നെ പഠിപ്പിച്ചത് ഗൾഫിൽ നിന്ന് തനിക്ക് കിട്ടിയ ചങ്ങാതി സജീവനാണ്. സജീവൻ എന്ന പേര് ചുരുക്കി സജു എന്നാണ് കൂട്ടുകാരൊക്കെ അവനെ വിളിക്കുന്നത്. സജീവനും റെജിയും ഗൾഫിലെത്തിയത് വിസിറ്റിംഗ് വിസയിലാണ്. അവിടെ എത്തിയാൽ പിന്നെ ഇഷ്ടംപോലെ ജോലിയാണെന്നും പണം വാരി വാരി എടുക്കാം എന്നൊക്കെയാണ് രണ്ടുപേരും വിചാരിച്ചിരുന്നത്. സ്ഥലത്തെത്തിയപ്പോഴല്ലേ സംഭവത്തിൻ്റെ യഥാർത്ഥ വശം പിടികിട്ടിയത്. അന്നേരമാണ് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടും മനസ്സിലാകുന്നത്. 2-3 ദിവസം അവർ ജോലി അന്വേഷിച്ച് നടന്നു. അപ്പോഴേക്കും തന്നെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കാശൊക്കെ തീർന്നു. അടുത്ത ദിവസം മുതൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥ റെജിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. നാട്ടിലാണെങ്കിൽ എന്തായാലും പട്ടിണി കിടക്കേണ്ടി വരില്ലായിരുന്നു. എവിടെ നിന്നാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടും. വിശപ്പിൻ്റെ വിളി ശരിക്കും മനസ്സിലാകാൻ പോകുന്നത് അടുത്ത ദിവസം മുതലായിരിക്കും. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കിടന്നിട്ട് പോലും അന്ന് അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുൻപിൽ കാണുന്നത് അനിശ്ചിതത്വമാണ്. പിറ്റേന്നും രാവിലെ സാധാരണ പോലെ ജോലി തേടി ഇറങ്ങി. തൽക്കാലം ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും മുഖപരിചയമുള്ള ഏതെങ്കിലും ഒരുത്തനെയെങ്കിലും ഇന്ന് കാണുമായിരിക്കും. അങ്ങനെ പരിചയമുള്ള ആരെയെങ്കിലും കണ്ടെങ്കിൽ ഒരു ദിവസത്തെ ചെലവിനുള്ള പണം വായ്പ വാങ്ങണം. അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ജോലിക്ക് കയറണം. വൈകുന്നേരം വരെ നടന്നിട്ടും ഉദ്ദേശിച്ച യാതൊരു കാര്യവും നടന്നില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമ്പോഴാണ് സജീവനെ കണ്ടത്. പരസ്പരം സംസാരിച്ചപ്പോൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. എന്നാൽ സജീവൻ ചില പ്രത്യേക ആശയങ്ങളുമായിട്ടാണ് അവിടെ വന്നത്. എന്തായാലും ജോലി കിട്ടില്ല എന്ന് ഏതാണ്ട് തീർച്ചയാണ്. ജീവിക്കാൻ വരുമാനം വേണം താനും. നാട്ടിലേക്ക് പോകണമെങ്കിൽ പോലും കയ്യിൽ പണമില്ലാതെ പറ്റില്ലല്ലോ. പണമുണ്ടാക്കാനുള്ള ഒരു മാർഗം എനിക്കൊരു കൂട്ടുകാരൻ പറഞ്ഞു തന്നു. അല്പം റിസ്ക്കാണ്, എന്നാലും വിശന്ന് നടക്കുന്നതിനേക്കാളും ഭേദമാണ് അത് എന്നെനിക്ക് തോന്നുന്നു. സജീവൻ പറയാൻ പോകുന്ന ആശയം എന്തു തന്നെയാണെങ്കിലും കേൾക്കുന്നതിന് മുൻപ് തന്നെ റെജി അതിനോട് യോജിച്ചിരുന്നു. കാരണം ഇപ്പോൾ അവന് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്നതാണ് ഏറ്റവും അത്യാവശ്യം. അത് കഴിഞ്ഞാൽ പിന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം. കുടലിൻ്റെ കത്തൽ എന്ന് പറയുന്നത് അത്രയ്ക്കും രൂക്ഷമാണ്. അനുഭവിച്ചവനോട് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അനുഭവിക്കാത്തവന് അത് പറഞ്ഞാലും പിടികിട്ടുകയുമില്ല. എന്തായാലും നീ ഉദ്ദേശിച്ച കാര്യം പറ. ഇത്ര നേരം കേട്ടതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് എന്തോ അപകടം പിടിച്ച പരിപാടിയാണെന്നാണ്. എന്നാലും സാരമില്ല. നല്ല ഒരു ജോലി കിട്ടുന്ന അത്രയും കാലം അത് ചെയ്യാം. വിശന്ന് ചാകുന്നതിലും ഭേദമായിരിക്കും. എന്തു തന്നെയാണെങ്കിലും നീ പറ. ആകെ 2 ദിവസത്തെ പരിചയമേ ഉള്ളൂ. അതും ജോലി അന്വേഷിച്ച് അലയുന്നതിനിടയിൽ കണ്ടതു മാത്രം. അവനെ വിശ്വസിക്കാൻ കൊള്ളാമായിരിക്കുമോ? ആളിൻ്റെ സ്വഭാവത്തിനെപ്പറ്റി തനിക്കറിയില്ല. ഏതെങ്കിലും കാരണവശാൽ അവൻ ഒറ്റിക്കൊടുത്തെങ്കിൽ 1-ാം ദിവസം തന്നെ പിടി വീഴും. പിന്നെ ജീവിതാവസാനം വരെ ജയിലിൽ തന്നെ. അതുകൊണ്ട് പറയണമോ വേണ്ടയോ എന്ന് സജീവൻ വീണ്ടും സംശയിച്ചു.
പിടിക്കപ്പെട്ടാൽ പോലും ഒരു കാരണവശാലും എൻ്റെ പേരോ വിവരങ്ങളോ പുറത്തു പോകില്ല എന്ന് ആണയിട്ട് പറയണം. എങ്കിൽ ഞാൻ നിനക്ക് ഭക്ഷണം വാങ്ങി തരികയും പുതിയ പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്യാം. വിശപ്പ് മാറിക്കഴിയുമ്പോൾ പിന്നെ എൻ്റെ പദ്ധതി അംഗീകരിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ആരോടും പറഞ്ഞ് ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി. അംഗീകരിക്കുകയാണെങ്കിൽ നിനക്കും എൻ്റെ കൂടെ തന്നെ കൂടാം. നേട്ടങ്ങളും കോട്ടങ്ങളും പങ്കിടാം. ഇത്ര കാലം ജീവിച്ചിട്ടും ആരെയും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല തൻ്റെ സാഹചര്യവും. അറിയാതെ ആർക്കെങ്കിലും എൻ്റെ ജീവിതം കൊണ്ട് ഉപദ്രവമുണ്ടായിട്ടുണ്ടോ എന്ന് പറയാനും പറ്റില്ല. അങ്ങനെയൊക്കെ മിക്കവർക്കും പറ്റിയിട്ടുണ്ടാവും. ഈ കെണിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ വിശപ്പടക്കാൻ സഹായിക്കുന്ന ഒരുവനെ ഉപദ്രവിക്കാൻ മാത്രം ഹൃദയശൂന്യനൊന്നുമല്ല റെജി. ഇപ്പോൾ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിത്തരുന്നവൻ എൻ്റെ കാഴ്ചയിൽ ദൈവതുല്യനാണ്. അവനെ ഞാൻ യാതൊരു കാരണവശാലും ഒറ്റിക്കൊടുക്കില്ല. അവന് ഞാൻ ഉപദ്രവമാവുകയുമില്ല. മാത്രവുമല്ല, നീ പറഞ്ഞ പദ്ധതിയിൽ എനിക്കും കൂടി കൂടാൻ കഴിയുമെങ്കിൽ അത് ജോലി അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്ന എനിക്ക് ഒരു ജീവിതമാർഗമല്ലേ? സജുവിൻ്റെ പദ്ധതി വ്യക്തമായി റെജിയോട് പറഞ്ഞു. കേട്ടപ്പോൾ അവന് ഭയം തോന്നി. മറ്റൊരു സ്ഥലമാണ്, നാട്ടിൽ നിന്നുപോലും ചെയ്യാത്ത ഇടപാടുമാണ്. പദ്ധതിയുടെ വിശദാംശം ഇങ്ങനെയാണ്. സജീവൻ്റെ ഒരു മുൻകാല സുഹൃത്ത് ഏതോ കേന്ദ്രത്തിൽ നിന്നും നാടൻ ചാരായം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് കുപ്പികളിലാക്കി ഇവർക്ക് കൈമാറും. അവർ പറയുന്ന സ്ഥലങ്ങളിൽ ഇവർ ഈ സാധനം കൊണ്ടുപോയി വയ്ക്കണം. 1ഉം 2ഉം കുപ്പികളൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയി വെക്കേണ്ടത്. ഇവർക്ക് അതിനുള്ള പണം സജീവൻ്റെ സുഹൃത്ത് അന്ന് തന്നെ നൽകുകയും ചെയ്യും. ഡസ്റ്റ് ബിന്നിൽ നിന്നും ആ കുപ്പികൾ ആരാണ് എടുത്തുകൊണ്ടു പോകുന്നത് എന്നോ ഇവർക്ക് അതിൻ്റെ പണം എങ്ങനെ കിട്ടും എന്നോ സജീവനോ റെജിയോ അറിയേണ്ട കാര്യമില്ല. അത് അന്വേഷിക്കാൻ പോവുകയും വേണ്ട. വേണ്ടെന്ന് മാത്രമല്ല, അത് അന്വേഷിക്കാൻ പോകാൻ പാടില്ല താനും. സാധനം അവിടെ വയ്ക്കുക, അപ്പോഴേ തിരിച്ചു പോന്നേക്കുക. സാധനം എത്തിച്ചു കൊടുക്കേണ്ട ലൊക്കേഷൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. വ്യക്തമായി മനസ്സിലാക്കാവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇവരെ ഏൽപ്പിക്കുകയും ചെയ്യുകയുള്ളൂ. സജീവൻ എന്താണെങ്കിലും ഈ പദ്ധതി ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. മറ്റൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഇത് ഒഴിവാക്കി പോകാം. അത്രയും കാലം എന്തായാലും ഈ ജോലി ചെയ്യുക തന്നെ. റെജിയുടെ തീരുമാനമറിയാൻ സജീവൻ റെജിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൻ്റെ മുഖത്തെ ക്ഷീണഭാവം കുറെ കുറഞ്ഞിട്ടുണ്ട്. തളർച്ചയും മാറി. എന്താണ് അവൻ പറയാൻ പോകുന്നതെന്ന് സജീവന് സംശയം തോന്നി. വിശന്നിരിക്കുന്നവൻ എന്തിനും തയ്യാറാണ്. വിശപ്പ് മാറിയവന് യുക്തിബോധവും ആപത്ശങ്കയും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ന്യായവിചാരങ്ങളും പാപബോധവും പോലും ഉണ്ടാകും. അടുത്ത വിശപ്പ് വരുമ്പോൾ പഴയ പോലെ ആവുകയും ചെയ്യും. റെജിക്ക് കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവനും സമ്മതിച്ചു. പദ്ധതിയുടെ വിശദാംശങ്ങൾ കുറച്ചുകൂടി അറിഞ്ഞാൽ കൊള്ളാമെന്ന് അവർക്ക് രണ്ടുപേർക്കും തോന്നി. അതിനുവേണ്ടി അവർ രണ്ടുപേരും കൂടി സജീവൻ്റെ സുഹൃത്തിനെ കാണാൻ പോയി. സുഹൃത്തിൻ്റെ യഥാർത്ഥ പേരോ താമസ സ്ഥലമോ മറ്റു കാര്യങ്ങളോ ഇവരോട് പറയുകയില്ല. ചിലപ്പോൾ അവർക്ക് സ്ഥിരമായി താമസ സ്ഥലം പോലും ഉണ്ടാകണമെന്നില്ല. അതിനാണ് സാധ്യത കൂടുതൽ. പിടിക്കപ്പെടാതിരിക്കണമല്ലോ. ഇവർക്ക് സാധനം എത്തിച്ചു കൊടുക്കുന്ന കാര്യം അവർ ഉത്തരവാദിത്വത്തോടെ ഏൽക്കും. ഇവരോട് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇവരും ഉത്തരവാദിത്വത്തോടെ അത് എത്തിക്കണം. ആരെയൊക്കെ സൂക്ഷിക്കണമെന്നും ആരൊക്കെ നിരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും ഇവർക്ക് രണ്ടുപേർക്കും സജീവൻ്റെ സുഹൃത്ത് വ്യക്തമായി പറഞ്ഞുകൊടുത്തു. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു. അതൊരു മുൻകരുതലിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. ഈ രംഗത്തേക്ക് പുതിയതായി വരുന്നവരാണല്ലോ തങ്ങൾ. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ അശ്രദ്ധ കാണിച്ചാൽ പിടിക്കപ്പെടുന്നത് നിങ്ങളായിരിക്കും. നഷ്ടവും നിങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചാലും ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്നത് ഓരോ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും
നിങ്ങൾ പിടിക്കപ്പെടുക എന്നത് ഞങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നാളെ വേറെ 2 പേർ, അത്രയുമേ ഞങ്ങൾക്കുള്ളൂ. ശ്രദ്ധിച്ച് ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഇതുകൊണ്ട് ഉണ്ടാകും. നിങ്ങൾ നന്നാവണം എന്ന് ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷേ അത് ഞാൻ നശിച്ചുകൊണ്ട് ആകരുത് എന്നേ ഉള്ളൂ. സജീവൻ്റെ സുഹൃത്ത് പറഞ്ഞതിൽ അവർക്ക് അതിശയമൊന്നും തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആകെ 1-2 ദിവസത്തെ പരിചയം മാത്രമാണ് ഇവരുമായിട്ടുള്ളത്. അത്രയും കുറഞ്ഞ പരിചയം വെച്ച് ആത്മാർത്ഥമായി ഇവരെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരവരുടെ സുരക്ഷിതത്വം നോക്കുന്നു എന്ന് മാത്രം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനുള്ള വരുമാനത്തിനു വേണ്ടി നമ്മളും ഈ ജോലി ചെയ്യുന്നു. പരമാവധി ശ്രദ്ധിച്ച് ജോലി ചെയ്യുക. ഭാഗ്യമുണ്ടെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെയും പിടിക്കപ്പെടാതെയും മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അതുതന്നെ നല്ലൊരു വരുമാന മാർഗമാവുകയും ചെയ്യും. കുറേ നാളുകൾ സജീവനും രജിയും സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും ഡസ്റ്റ് ബിന്നിൽ വെച്ചുകൊടുത്തു. അതിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് സാമാന്യം ഭംഗിയായി അവർ ജീവിതം തുടങ്ങി. മറ്റൊരു ജോലിയും അന്വേഷിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്നായിരുന്നു രജിക്ക് തോന്നിയത്. നേരത്തെ നടന്നിരുന്നതുപോലെ ജോലി തേടി നടക്കുന്ന പരിപാടിയും രജി നിർത്തി. കാരണം വിസയുടെ കാലാവധി കഴിഞ്ഞിരുന്നു. ഏത് സമയവും ആ കാരണം കൊണ്ടും പിടിക്കപ്പെടാം. ഇപ്പോൾ ചെയ്യുന്ന ജോലിയിലും ഏത് സമയവും പിടിക്കപ്പെടാമല്ലോ. 4-5 മാസം കഴിഞ്ഞപ്പോൾ സജീവന് ജോലി കിട്ടി. മറ്റൊരു രാജ്യത്തേക്ക് പോയി. അതോടെ രജി മാത്രമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ചെയ്യാൻ. അതോടെ അവന് വരുമാനവും കൂടി. സാധാരണഗതിയിൽ ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക ഇപ്പോൾ കിട്ടുന്നുണ്ട്. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്ത് മുഖാന്തരം വിസയുടെ കാലാവധി നീട്ടിയെടുത്തു. അല്പം കൂടുതൽ പണം ചെലവായി. ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പണം രജിയുടെ കയ്യിലുണ്ടല്ലോ. ഇത്രയും നാൾ ഈ പണി ചെയ്തപ്പോഴേക്കും രജിയുടെ ചിന്ത മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. ഏതായാലും ഈ പണി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് പരമാവധി ലാഭമുണ്ടാക്കുന്ന വഴിയല്ലേ നോക്കേണ്ടത്. ഇതേ സാധനം നേരിട്ട് സപ്ലൈ ചെയ്യുന്ന ആളിൽ നിന്ന് വാങ്ങിയാൽ കുറേ കൂടി കൂടുതൽ ലാഭം കിട്ടും. കുറച്ചു കാലമേ ചെയ്തുള്ളൂ എങ്കിലും ആ കാലം കൊണ്ട് കുറേയേറെ പണം ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ. പിന്നെ നാട്ടിൽ പോയി ഒരു രാജാവിനെ പോലെ ജീവിക്കാം. അന്നു മുതൽ ഇടത്തട്ടുകാരനായ സുഹൃത്തിനെ ഒഴിവാക്കി നേരിട്ട് സാധനം കിട്ടാനുള്ള വഴിയാണ് രജി അന്വേഷിച്ചത്. കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. അവരും കഥയുടെ ഓരോ ഭാഗങ്ങൾ വായിക്കട്ടെന്ന്. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ച കഴിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. ഓക്കേ.